നമസ്കാരം. കുവൈറ്റിലെ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ വലിയ അപകടത്തിൽ ലോക ജനത തന്നെ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ അവസരത്തിലാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് സംഭവ സ്ഥലത്തേക്ക് പോകുവാനുള്ള അനുമതി നിഷേധിച്ചു എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വീഴ്ചയായി കാണിച്ചുകൊണ്ട് വലിയ വാർത്തകളും ട്രോളുകളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കേന്ദ്ര സർക്കാർ വേണ്ടുന്ന ഇടപെടലുകളൊക്കെ നടത്തി, കേരളത്തിലുള്ള എംപിമാർ അതിനുവേണ്ടുന്ന കൃത്യമായ ഇടപെടലുകളൊക്കെ നടത്തിയ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തെയും അതുപോലെ സർക്കാരുകളെയും ഒക്കെ വിമർശിക്കുന്ന ട്രോളുകളും വാർത്തകളും വരുമ്പോൾ കേരള സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കേരള ഗവൺമെന്റിന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ കുടുംബങ്ങളെ സഹായിക്കാം. അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കാം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പ്രത്യേക ഇൻഷുറൻസ് പദ്ധതികൾ പ്രഖ്യാപിക്കാം. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ, അവർ ആശ്രിതരായി കഴിയുന്ന ആളുകൾക്ക് പ്രത്യേക പരിചരണങ്ങൾ ഏർപ്പെടുത്തുവാനും പ്രത്യേക സ്കീമുകളിലൂടെ അവർക്ക് എന്തെങ്കിലും ധനസഹായം എത്തിക്കുന്നതിനും അവരെടുത്തിട്ടുള്ള നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, മരണപ്പെട്ട ആളുകളും ചികിത്സയിൽ കഴിയുന്ന ആളുകളും ഒക്കെ എടുത്തിട്ടുള്ള വായ്പകൾ വേണമെങ്കിൽ എഴുതിത്തള്ളാം, അതിൻ്റെ പലിശ എഴുതിത്തള്ളാം. അത് വേണമെങ്കിൽ സർക്കാരിന് ഏറ്റെടുത്ത് അടയ്ക്കുവാനുള്ള സമ്പ്രദായങ്ങളൊക്കെ നിലവിലുള്ളപ്പോൾ അതിനൊന്നും മുതിരാതെ അവരുടെ ചികിത്സ പോലും കേരളത്തിൽ പാരസെറ്റമോൾ പോലും ഇല്ലാത്ത സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും നല്ല സ്വകാര്യ ആശുപത്രിയിൽ എങ്കിലും അല്ലെങ്കിൽ വിദേശത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെങ്കിലും കേരള സർക്കാരിൻ്റെ ചിലവിൽ അവർക്ക് ചികിത്സ പാക്കേജ് പ്രഖ്യാപിക്കാൻ ഈ സർക്കാർ തയ്യാറാകണം. അങ്ങനെയാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കരുതലും കരുത്താങ്ങുമാകേണ്ടുന്നത്. അവർക്ക് വേണ്ടി പ്രവാസ ലോകത്ത് പോയി മുഖ്യമന്ത്രി നിരവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. ഈ അവസരത്തിൽ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ പ്രവാസ ലോകത്തേക്ക് പോകുന്ന, പ്രവാസ ലോകത്തിരിക്കുന്ന അല്ലെങ്കിൽ നാളുകളിൽ പ്രവാസം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അവരുടെ ഒരു പ്രയാസമുണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന തോന്നലുണ്ടാകും. പകരം സംഭവ സ്ഥലത്ത് പോയി ഭാഷയോ അവിടെ പ്രത്യേകിച്ചുള്ള ബന്ധങ്ങളോ ഇല്ലാതെ ഒരു സംസ്ഥാന മന്ത്രിക്ക് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്തയോ ട്രോളുകളോ അല്ല പുറത്തു വരേണ്ടുന്നത്. അവരുടെ കുടുംബങ്ങൾ കൃത്യമായി ഗവൺമെന്റ്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ സന്ദർശനം നടത്തി അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും അവർക്ക് നാടുകളിൽ അവർ കുടുംബങ്ങൾ, പ്രവാസികൾ, മരണപ്പെട്ട സഹോദരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രവാസ ലോകം പ്രവാസം സ്വീകരിച്ചത് ആ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി സർക്കാർ അവരോടൊപ്പം നിന്നുകൊണ്ട് ആ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, സാമ്പത്തിക ബാധ്യതകൾ മാറ്റുന്നതിന്, നാളെ അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുന്നതിന്, അവരുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ വൃദ്ധയായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിനും ഒക്കെയുള്ള പുതിയ പുതിയ പോളിസികളോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പാക്കേജുകളോ പ്രഖ്യാപിച്ച് അവരോടുള്ള പൂർണ്ണമായിട്ടുള്ള കടപ്പാടാണ് പൂർത്തീകരിക്കേണ്ടത്. അവരോടുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് സർക്കാർ പൂർത്തീകരിക്കേണ്ടതെന്ന് ഞാൻ